നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റു. കെ പി താഹിർ ഡെപ്യൂട്ടി മേയർ. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി ഒ സദാശിവനും തിരുവനന്തപുരം മേയറായി വി രാജേഷും ചുമതലയേറ്റു. ബിജെപിയുടെ വഴിയിൽ കോൺഗ്രസ്. കർണാടകയിലും ബുൾഡോസർ രാജ്. കർണാടകയിലെ ബുൾഡോസർ രാജ് ഞെട്ടലും വേദനയും ഉളവാക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് ഡിസംബർ 28 ബ്രണ്ണൻ കോളേജിൽ തുടക്കമാകും. മോഡൽ റെസിഡൻസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള കണ്ണൂരിൽ 28 തുടങ്ങും. ട്രെയിൻ സർവീസുകളുടെ ശേഷി 48 നഗരങ്ങൾ ഇരട്ടിയാക്കും. കേരളത്തിൽ കൊച്ചി മാത്രം തിരുവനന്തപുരത്തെ താഴ്ന്നു. സംസ്ഥാനത്ത് ക്രിസ്മസ് ദിനത്തിൽ 333 കോടിയുടെ മദ്യവിൽപ്പന. കണ്ണൂരിൽ LDFന് 8 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷം. CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. കണ്ണൂർ കോർപ്പറേഷൻ മേയറായി അഡ്വക്കേറ്റ് പി ഇന്ദിര ചുമതലയേറ്റു. ജില്ലയിലെ 8 നഗരസഭകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺമാരും ഡെപ്യൂട്ടി ചെയർപേഴ്സൺമാരും ചുമതല ഏറ്റു. 56 കോർപ്പറേഷൻ കൗൺസിലിൽ 36 വോട്ടുകളാണ് പയ്യാമ്പലം വാർഡിൽ നിന്നുള്ള UDF കൗൺസിലറായ അഡ്വക്കേറ്റ് പി ഇന്ദിര നേടിയത്. LDF മേയർ സ്ഥാനാർത്ഥി VK പ്രകാശിനിക്ക് 15 വോട്ടുകളാണ് ലഭിച്ചത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അർച്ചന വണ്ടിച്ചാൽ 4 വോട്ടുകൾ നേടി. ആർക്കും വോട്ട് രേഖപ്പെടുത്താത്തതിനാൽ ഒരു ബാലറ്റ് അസാധുവായി. ഉച്ചയ്ക്ക് ശേഷം UDFലെ KP താഹിർ ഡെപ്യൂട്ടി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ടു. കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ തെരഞ്ഞെടുപ്പ് വരണാധികാരി ജില്ലാ കളക്ടർ അരുൺ K വിജയന്റെ നേതൃത്വത്തിലായിരുന്നു മേയർ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെയും വോട്ടെണ്ണലിന്റെയും നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മേയർ അധികാരം ഏറ്റു. കൂത്തുപറമ്പ് നഗരസഭയിൽ വി ഷിയത്ത്, MV ശ്രീജ എന്നിവർ ചെയർമാനും വൈസ് ചെയർമാനും സ്ഥാനമേറ്റു. ഇരുവരും LDF ആണ്. ആന്തൂരിൽ വി സതീദേവി, പാച്ചേനി വിനോദ് LDF. ശ്രീകണ്ഠപുരം അഡ്വക്കേറ്റ് EV രാമകൃഷ്ണൻ, നിഷിത റഹ്മാൻ UDF. ഇരട്ടി വി വിനോദ് കുമാർ, K സോയ LDF. തളിപ്പറമ്പ് PK സുബൈർ, ദീപ രഞ്ജിത്ത് UDF. പയ്യന്നൂർ അഡ്വക്കേറ്റ് സരീൻ ശശി, P ശ്യാമള LDF. പാനൂർ കുളത്തിൽ നൗഷത്ത് ടീച്ചർ, TM ബാബു മാസ്റ്റർ UDF. തലശ്ശേരി കാലൈ ചന്ദ്രശേഖരൻ, വി സതി LDF എന്നിവരാണ് ചുമതല ഏറ്റത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയറായി LDFലെ ഒ സദാശിവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. UDFലെ SK അബൂബക്കറിനെയാണ് പരാജയപ്പെടുത്തിയത്. LDFലെ ഡോക്ടർ S ജയസിയാണ് ഡെപ്യൂട്ടി മേയർ. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി BJPയിലെ VV രാജേഷും ഡെപ്യൂട്ടി മേയറായി ആശാനാഥും തിരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം കോർപ്പറേഷനിൽ UDFന്റെ MK ഹഫീസാണ് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വിവാദമായി. അസൈൻ പള്ളിമുക്കാണ് BJP സ്ഥാനാർത്ഥി. B ശൈലജയ്ക്ക് ആദ്യ റൗണ്ടിൽ വോട്ട് ചെയ്തത്. കൊച്ചി കോർപ്പറേഷനിൽ അഡ്വക്കേറ്റ് VK മിനിമോളെ മേയറായി തെരഞ്ഞെടുത്തു. മിനിമോളും ഷൈനി മാത്യുവും 2.5 കൊല്ലം വീതം മേയർ സ്ഥാനം വഹിക്കാനാണ് തീരുമാനം. തൃശൂർ കോർപ്പറേഷനിൽ കിഴക്കും പൊട്ടുകരിയിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിന്റെ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറായി. BJPയുടെ വഴിയിൽ കോൺഗ്രസ്. കർണാടകയിലും ബുൾഡോസർ രാജ്. യലഹങ്കയിൽ തെരുവിലാക്കപ്പെട്ടത് 3000-ലധികം പേർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജ് ദക്ഷിണേന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് സർക്കാർ. ബംഗളൂരു നഗരത്തിനടുത്തുള്ള യലഹങ്കയിലെ കൊഗിലു ലേഔട്ടിൽ ഇന്നലെ പുലർച്ചെ 4 മണിക്ക് നടന്ന അപ്രതീക്ഷിത ബുൾഡോസർ രാജ് നടപടിയിൽ 300-ലധികം വീടുകളാണ് തകർക്കപ്പെട്ടത്. 3000-ഓളം പാവപ്പെട്ട ജനങ്ങളാണ് കൊടുംതണുപ്പിൽ തെരുവിലാക്കപ്പെട്ടത്. കുടിയൊഴിപ്പിക്കലിന് മുൻപ് 15 ദിവസത്തെ നോട്ടീസ് നൽകണമെന്ന സുപ്രീം കോടതിയുടെ നവംബർ 2024 ചരിത്രപരമായ വിധി നിലനിൽക്കെയാണ് BSW ML ഉദ്യോഗസ്ഥർ പോലീസ് സന്നാഹത്തോടെ ഇവിടേക്ക് രച്ചു കയറിയത്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം 150ഓളം പോലീസുകാരുടെ നേതൃത്വത്തിലായിരുന്നു കുടിയൊഴിപ്പിക്കൽ വേട്ട. 30 വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നവർക്ക് തങ്ങളുടെ വസ്ത്രങ്ങളോ കുട്ടികളുടെ പഠനരേഖകളോ എടുക്കാൻ പോലും സമയം നൽകിയില്ല. ദരിദ്രരായ ഈ മനുഷ്യരുടെ ഉപജീവന മാർഗമായ കച്ചവട വണ്ടികൾ പോലും അധികൃതർ തകർത്തെറിഞ്ഞു. ഞങ്ങൾ 30 വർഷമായി ഇവിടെ താമസിക്കുന്നവരാണ്. ആധാർ കാർഡും വോട്ടർ IDയും കറണ്ട് ബില്ലും ഇവിടുത്തെ അഡ്രസ്സിലാണ്. നടപടി തുടങ്ങുന്നത് 3 ദിവസം മുൻപ് തന്നെ ഇവിടുത്തെ വൈദ്യുതി ബന്ധം അധികൃതർ നിഷേധിച്ചിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെ എങ്ങനെയാണ് ഞങ്ങളെ ഇറക്കി വിടുന്നത്? താമസക്കാരായ സയ്യിദ് മുസ്തഫ ചോദിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗങ്ങളും അസംഘടിത മേഖലയിലെ തൊഴിലാളികളും താമസിക്കുന്ന കോളനികൾ മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇത്തരം നടപടികൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് ഇടതുപക്ഷ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ പ്രയോഗിക്കുന്ന അതേ സെലക്റ്റീവ് ബുൾഡോസർ രാഷ്ട്രീയം തന്നെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും ഇപ്പോൾ പയറ്റുന്നത്. റവന്യൂ ഹൗസിംഗ് വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രിമാർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത് ദരിദ്രരോടുള്ള സർക്കാരിന്റെ മനോഭാവമാണ് വ്യക്തമാക്കുന്നത്. വീട് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഭക്ഷണവും താൽക്കാലിക സൗകര്യങ്ങളും ഒരുക്കാൻ തുടിയുവ ജനവേദിക പോലുള്ള ഇടത് സംഘടനകൾ രംഗത്തുണ്ട്. സംഘടനകൾ ചേർന്ന് രൂപീകരിച്ച കൊഗിലു ലേഔട്ട് സ്ലം റിലീഫ് കമ്മിറ്റി ഇരകൾക്ക് അടിയന്തര സഹായം എത്തിക്കുന്നുണ്ട്.
ദുരന്ത ബാധിതരായ എല്ലാ കുടുംബങ്ങൾക്കും രാജീവ് ഹൗസിംഗ് സ്കീം പ്രകാരം അടിയന്തരമായി സ്ഥിരം വീടുകൾ അനുവദിക്കണമെന്ന്, തകർക്കപ്പെട്ട വീടുകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും CPM ആവശ്യപ്പെട്ടു. കോർപ്പറേറ്റ് താൽപര്യങ്ങൾക്കും വികസനത്തിന്റെ മറവിലും പാവപ്പെട്ടവരുടെ തലചായ്ക്കാനുള്ള ഇടം ഇല്ലാതാക്കുന്ന കോൺഗ്രസ് സർക്കാരിന്റെ നടപടിക്കെതിരെ വലിയ ജനരോക്ഷമാണ് ഉയരുന്നത്. കർണാടകയിലെ ബുൾഡോസ് രാജ് ഞെട്ടലും വേദനയുളവാക്കുമെന്ന് ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രത്തിന്റെ മറ്റൊരു പതിപ്പാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടത്. കൊടുന്നണപ്പിൽ ഒരു ജനതയാകെ തെരുവിലിറക്കപ്പെട്ട് പലായനം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ മോഡൽ ബുൾഡോസർ നീതി ദക്ഷിണേന്ത്യയിലേക്ക് ചുവട് വെച്ചു വരുമ്പോൾ അതിന്റെ കാർമ്മികത്വം കർണാടകയുടെ ഭരണനേതൃത്വത്തിലുള്ള കോൺഗ്രസിനാണ് എന്നത് ആശ്ചര്യമാകണമെന്നും മുഖ്യമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പാവപ്പെട്ടവർക്ക് കിടപ്പാടം ഒരുക്കി കൊടുക്കാനും ഒരാളെയും താമസ സ്ഥലത്ത് നിന്ന് ഇറക്കിവിടാതിരിക്കാനും മുൻകൈ എടുക്കേണ്ട ഭരണാധികാരികൾ തന്നെ ഇങ്ങനെ ബലം പ്രയോഗിച്ച് കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുന്നതിനെ എന്തു പറഞ്ഞാണ് കോൺഗ്രസ് ന്യായീകരിക്കുക എന്ന ചോദ്യത്തോടെയാണ് അദ്ദേഹം കുറിപ്പ് അവസാനിപ്പിച്ചത്. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് ഞായറാഴ്ച ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ തുടക്കമാകും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ 84ാമത് വാർഷിക സമ്മേളനം തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ ഡിസംബർ 28 രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടന സമിതി ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ചരിത്രകാരന്മാരുടെയും ചരിത്ര ഗവേഷകരുടെയും ഏറ്റവും വലിയ പ്രൊഫഷണൽ അക്കാദമിക് സംഘടനയാണ് ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ്. ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ കുരുക്കൾ അധ്യക്ഷനാകും. K. Sudhagan MP വിശിഷ്ട അതിഥിയാകും. സമ്മേളന സുവനീർ പ്രകാശനം ഡോക്ടർ വി ശിവദാസൻ MP നിർവഹിക്കും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലി നദീം റിസാവി പ്രഭാഷണം നടത്തും. ഉദ്ഘാടന സമ്മേളനത്തെ തുടർന്ന് പ്രതികൾ സെഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പുരാതന ഇന്ത്യ, ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ, ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ, പുരാവസ്തു പഠനം എന്നിങ്ങനെ 6 വിഭാഗങ്ങളായി ഒരേ സമയം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും. കൂടാതെ അനുസ്മരണ പ്രഭാഷണങ്ങളും പാനൽ ചർച്ചകളും കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. കേരള ചരിത്രത്തെ സംബന്ധിച്ചുള്ള പ്രത്യേക സെഷനും ഉണ്ടായിരിക്കും. SC മിശ്ര സ്മാരക പ്രഭാഷണം 28 വൈകിട്ട് 6 മണിക്ക് ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ ഫർഫത്ത് ഹസൻ നിർവഹിക്കും. 29 വൈകിട്ട് 6 മണിക്ക് സിംബോസിയത്തിൽ പ്രൊഫസർ രൺബീർ ചക്രവർത്തി, പ്രൊഫസർ H. ജാഫ്രി, പ്രൊഫസർ അമർ ഫാറൂഖി എന്നിവർ പങ്കെടുക്കും. ചരിത്ര കോൺഗ്രസിനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ പ്രസാധകർ പങ്കെടുക്കുന്ന പുസ്തക പ്രകാശനവും ചരിത്ര പൈതൃക പ്രദർശനവും സംഘടിപ്പിക്കും. എക്സിബിഷൻ 27 സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ഉദ്ഘാടനം ചെയ്യും. പുരാതന ഇന്ത്യ, ആധുനിക ഇന്ത്യ, സമകാലിക ഇന്ത്യ, ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങൾ, പുരാവസ്തു പഠനം എന്നീ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. പുസ്തകോത്സവത്തിൽ പ്രമുഖ ചരിത്രകാരി റോമില താപ്പർ രചിച്ച ദി പ്രസന്റ് കൊളോണൈസിംഗ് ദ പാസ്റ്റ്, ദി ഫ്യൂച്ചർ ഫോർ കോസെക്കൺ എന്നീ പുസ്തകം പ്രകാശനം ചെയ്യും. 27 വൈകിട്ട് പ്രൊഫസർ രാജൻ ഗുരുക്കൾ പ്രമുഖ എഴുത്തുകാരൻ ടോണി ജോസഫിന് നൽകിയാണ് പ്രകാശനം നടത്തുക. 28-29 ദിവസങ്ങളിൽ രാത്രി 7:30 മുതൽ കലാപരിപാടികൾ അരങ്ങേറും. 28-ന് നർത്തകിയും സിനിമാ താരവുമായ മീര നായരും സംഘവും തെയ്യാട്ടം ദ ഡിവൈൻ റിബേത്ത് ഓഫ് ഓപ്പറസ്ഡ് ലവ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നൃത്ത പരിപാടികൾ അവതരിപ്പിക്കും. 29-ന് കഥകളി, അലാമക്കളി, പൂരക്കളി, പണിയനൃത്തം, ചവിട്ടുനാടകം, ഒപ്പന, മാർഗംകളി, കളരി തുടങ്ങിയവ കോർത്തിണക്കിയുള്ള സംഗീത നൃത്ത ഫ്യൂഷൻ അരങ്ങേറും. 30-ന് വൈകിട്ട് 4 മണിക്ക് സമാപന സമ്മേളനം സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംഷീർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ P. മോഹൻദാസ് അധ്യക്ഷനാകും. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് സെക്രട്ടറി പ്രൊഫസർ സയ്യിദ് അലി നദീം റിസാവി, കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK സാജു, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ K. സുധീർ എന്നിവർ പങ്കെടുക്കും. കേരളത്തിൽ ആദ്യമായാണ് ഒരു ഗവൺമെന്റ് കോളേജ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന് വേദിയാവുന്നത്. ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് റൈറസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി ശിവദാസൻ MP, പ്രൊഫസർ സയ്യിദ് അലി നദി റിസാവി, പ്രൊഫസർ വിനോദ് നാവൽ പ്രിൻസിപ്പൽ, പ്രൊഫസർ J. വാസന്തി, പ്രൊഫസർ KV പ്രശോഭിത്, ഡോക്ടർ വത്സലൻ, ഡോക്ടർ MT നാരായണൻ, GS അഭിനന്ദ് എന്നിവർ പങ്കെടുത്തു. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം ഡിസംബർ 28 മുതൽ 30 വരെ കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിൽ നടക്കുമെന്ന് ITDP പ്രോജക്ട് ഓഫീസർ രാജേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 28-ന് വൈകിട്ട് 5 മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി കളക്ടറേറ്റ് മൈതാനിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു അധ്യക്ഷനാകും. ജില്ലയിലെ MLA മാർ, MP മാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും സംഘടിപ്പിക്കും. സമാപന സമ്മേളനം ഡിസംബർ 30-ന് വൈകിട്ട് 4 മണിക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനാകും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലുള്ള 22 മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെയും 120 ഹോസ്റ്റലുകളെയും 1500-ലധികം വിദ്യാർത്ഥികൾ കലാമേളയിൽ പങ്കെടുക്കും. കളക്ടറേറ്റ് ഗ്രൗണ്ട്, മുനിസിപ്പൽ ഹൈസ്കൂൾ, മഹാത്മാ മന്ദിരം എന്നിവിടങ്ങളിൽ 4 വേദികളിലാണ് മത്സരം.
പട്ടികവർഗ സമൂഹത്തിലെ പരമ്പരാഗത ഗാനങ്ങളും നൃത്തങ്ങളും ഈ കലാമേളയുടെ പ്രത്യേകതയാണ്. ലളിതഗാനം, പ്രസംഗ മത്സരം, ഉപന്യാസം, നാടോടി നൃത്തം, കവിതാപാരായണം, ജലച്ഛായം, പെൻസിൽ ഡ്രോയിങ്, സംഘനൃത്തം, സംഘഗാനം, മോണോ ആക്ട്, മിമിക്രി, കഥാരചന, കവിതാരചന എന്നിങ്ങനെ 31 മത്സര ഇനങ്ങളാണ് ഉള്ളത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിലുള്ള കലാമേളയിൽ വിജയികളാകുന്നവർക്ക് ബോർഡ് പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കും. 2013 മുതലാണ് കലാമേള സംഘടിപ്പിച്ചു തുടങ്ങിയത്. പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ പട്ടികവർഗ വികസന വകുപ്പ് സീനിയർ സൂപ്രണ്ട് എസ് ഷിനു പങ്കെടുത്തു. ട്രെയിൻ സർവീസുകളുടെ ശേഷി 41 നഗരങ്ങളിൽ ഇരട്ടിയാക്കും. കേരളത്തിൽ നിന്ന് കൊച്ചി മാത്രം, തിരുവനന്തപുരത്തെ തഴഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകളുടെ ശേഷി ഇരട്ടിയാക്കുമെന്നറിയിച്ച് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായുള്ള പദ്ധതിയിലേക്ക് 48 നഗരങ്ങളെ പരിഗണിച്ചപ്പോൾ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് കൊച്ചി മാത്രം. പട്ടികയിൽ പ്രധാന തലസ്ഥാനങ്ങളെല്ലാം ഉൾപ്പെട്ടപ്പോൾ തിരുവനന്തപുരത്തെ തഴഞ്ഞു. അതേസമയം BJP ഭരിക്കുന്ന UP-യിലെ 9 നഗരങ്ങളെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ബീഹാറിൽ നിന്ന് 5 നഗരങ്ങളും പട്ടികയിലുണ്ട്. ട്രെയിനുകളുടെയും സർവീസുകളുടെയും എണ്ണം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം സ്റ്റേഷനുകളുടെ അടിസ്ഥാന സൗകര്യം, ടെർമിനൽ സൗകര്യം തുടങ്ങിയവയും മെച്ചപ്പെടുത്തുക. 2030 പൂർത്തിയാക്കേണ്ട പദ്ധതിയെ ഉടനടി നടപ്പിലാക്കേണ്ടവ, ഹ്രസ്വകാല പദ്ധതികൾ, ദീർഘകാല പദ്ധതികൾ എന്നിങ്ങനെ 3 വിഭാഗങ്ങളാക്കി തിരിച്ചു. വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. സംസ്ഥാനത്ത് ക്രിസ്മസ് ദിനത്തിൽ ബെഫ്കോ വഴി വിറ്റത് 333 കോടിയുടെ മദ്യം. ഡിസംബർ 22, 23, 24, 25 തീയതികളിൽ 791 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയത്. ബെഫ്കോ MD ഹർഷിത അട്ടലൂരിയാണ് ഇത് സംബന്ധിച്ച് വ്യക്തമാക്കിയത്. കണ്ണൂർ ജില്ലയിൽ LDF-ന് 8 മണ്ഡലങ്ങളിലും ഭൂരിപക്ഷമെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രമുഖ മാധ്യമം UDF-ന് കൂടുതൽ മണ്ഡലങ്ങൾ പതിച്ചു കൊടുത്തത് വോട്ട് കണക്കിലെ വസ്തുത അറിയാതെയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 മാത്രമാണ് LDF-ന് ഭൂരിപക്ഷം എന്നായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നീ 3 തലങ്ങളിലെ വോട്ടുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ 8 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉള്ളതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ ജില്ലയിൽ 8 നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമില്ലാതിരുന്ന കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലും LDF വിജയം നേടാനായി. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ, ഇരിക്കൂർ മണ്ഡലങ്ങൾ മാത്രമാണ് UDF ലഭിച്ചത്. അതിൽ തന്നെ പേരാവൂർ മണ്ഡലം നിസ്സാര വോട്ടുകൾക്കാണ് LDF നഷ്ടമായത്. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കണ്ണൂർ ജില്ലയിലെ ഇടതുപക്ഷത്തിന് ജയിക്കാൻ സാധിക്കാത്ത ഒരു നിയമസഭാ മണ്ഡലം ഇല്ല എന്നതാണ് വസ്തുത. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമെന്നതിന്റെ സൂചനയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം. സർക്കാർ നടത്തിയ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നതിന് പകരം ചില കേന്ദ്രങ്ങൾ വിവാദങ്ങളും നുണപ്രചരണങ്ങളും മുൻനിർത്തിയ രാഷ്ട്രീയമാണ് നടത്തിയത്. RSSന് സ്വാധീനമുള്ള ചില പ്രദേശങ്ങളിലും മുസ്ലിം ലീഗ് ശക്തമായ കേന്ദ്രങ്ങളിലും വർഗീയ ധ്രുവീകരണ ശ്രമങ്ങൾ നടന്നു. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി UDF BJP കോലീബി സഖ്യം ചില സ്ഥലങ്ങളിൽ പരസ്യമായി പ്രവർത്തിച്ചു. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ 6 വാർഡുകളിൽ LDF-നെ തോൽപ്പിക്കാൻ ചില വാർഡുകളിൽ UDF വോട്ട് BJP-ക്കുമായി, ചില വാർഡുകളിൽ BJP വോട്ട് UDF-നുമായി മാറിയതായി നാട്ടുകാർ തന്നെ പറയുന്നു. ലീഗ് കോൺഗ്രസ് നേതാക്കൾ വീടുകൾ കയറി വോട്ട് പിടിച്ചു എന്നതും പരസ്യമാണ്. ഒരു ഭാഗത്ത് വർഗീയ പ്രചരണവും മറുഭാഗത്ത് അവിശുദ്ധ വോട്ട് കൈമാറ്റ സഖ്യവും അതോടൊപ്പം നെറുകെട്ട നുണപ്രചരണമാണ് ഉണ്ടായത്. ഇതെല്ലാം നേരിട്ടാണ് കണ്ണൂർ ജില്ലയിൽ ഇടതുപക്ഷം തല ഉയർത്തി നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും നിരവധി ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാനും ചില ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പരാജയങ്ങൾ മറികടക്കാനും ജില്ലാ പഞ്ചായത്തിലെ ഉജ്ജ്വല വിജയം നേടാനും LDF-ന് കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളിൽ 8-ൽ 5 ഇടതുപക്ഷത്തിലാണ് ഭരണം. കണ്ണൂർ കോർപ്പറേഷനിൽ LDF-ന്റെ വിജയത്തിന് തടസ്സമായത് UDF-ന് അനുകൂലമായ വാർഡ് വിഭജനമാണ്. നിരവധി ഡിവിഷനുകളിൽ LDF തോറ്റത് നിസ്സാര വോട്ടിനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 7000 വോട്ടുകൾ LDF-ന് കൂടിയെന്നതും LDF-ന്റെ സ്വീകാര്യതയ്ക്ക് തെളിവാണ്. ഈ വസ്തുതകളും കൃത്യമായ കണക്കുകളും കാണാതെയാണ് മാധ്യമങ്ങൾ പ്രചരണം നടത്തുന്നത്. ജില്ലയിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും KK രാഗേഷ് പറഞ്ഞു. പട്ടാനൂർ KPCC ഹയർ സെക്കൻഡറി സ്കൂൾ NSS സംസ്ഥാന ക്യാമ്പിന് തുടക്കമായി. വട്ടിയൂർ SNA UP സ്കൂൾ വെച്ച് NSS മുൻ സംസ്ഥാന കോർഡിനേറ്റർ ET രാജു ഉദ്ഘാടനം ചെയ്തു. സംഘാടന സമിതി ചെയർമാൻ K ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ V ബിന്ദു സ്വാഗതം പറഞ്ഞു. NSS പ്രോഗ്രാം ഓഫീസർ ശ്രീകാന്ത് കൊടേരി വോളണ്ടിയർമാർക്കുള്ള ഡയറി വിതരണം ചെയ്തു. ലീഡർമാരായ അഭ്യുത് R കൃഷ്ണ, ഹൃതിക രാജേഷ് എന്നിവർ ഏറ്റുവാങ്ങി. SNA UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഹിന്ദു PTA പ്രസിഡന്റ് രജീഷ്, വൈസ് പ്രസിഡന്റ് AK സന്തോഷ്, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം കൃഷ്ണൻകുട്ടി, സ്റ്റാഫ് സെക്രട്ടറി ദിലീപ് കൊയ്ലോ,
STS സെക്രട്ടറി സീന രാജീവ്, NSS പ്രോഗ്രാം ഓഫീസർ K രാജീവ് എന്നിവർ സംസാരിച്ചു. 7 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പുകളിൽ പച്ചക്കറിത്തോട്ടം, വീടുകളിൽ ഡിജിറ്റൽ സൗഹൃദം, വീട്ടുകിണർ ക്ലോറിനേഷൻ, ഗ്രാമപഞ്ചായത്ത് സ്നേഹാങ്കണം, വീട്ടുമുറ്റത്തേക്ക് മെച്ചപ്പെട്ട വഴി, ഹരിതസേനക്കൊപ്പം വീടുകളിൽ എൻ്റെ വിദ്യാലയം, സ്നേഹവീട് നിർമ്മാണം എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടക്കും. ജനുവരി 1 ക്യാമ്പ് സമാപിക്കും. കണ്ണൂരിൽ 20കാരൻ തൂങ്ങി മരിച്ചു. മനംനൊന്ത് മുത്തശ്ശിയും സഹോദരിയും ജീവനൊടുക്കി. കൂത്തുപറമ്പ് നെറുവേലിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്തു. 20കാരനായ കിഷൻ, അമ്മൂമ്മ റജി, അമ്മൂമ്മയുടെ സഹോദരി റോജ എന്നിവരാണ് തൂങ്ങി മരിച്ചത്. പേരമകനായ കിഷൻ ആത്മഹത്യ ചെയ്തതിൽ മനംനൊന്നാണ് അമ്മൂമ്മയും സഹോദരിയും ജീവനൊടുക്കിയത്. മുത്തശ്ശിയുടെ വീടായ മൂര്യാട് ചമ്മാൾ റോഡിൽ റജി നിവാസിൽ വെച്ച് വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം. വൈകിട്ട് 4 മണിയോടെയാണ് കിഷനെ വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സമയത്ത് അമ്മൂമ്മയും സഹോദരിയും വലിയ വെളിച്ചത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോയതായിരുന്നു. വൈകിട്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ അയൽവാസികളാണ് ഇവരെ കിഷന്റെ മരണവിവരം അറിയിച്ചത്. തുടർന്ന് വീടിന്റെ 2 മുറികളിലെത്തി ഇരുവരും തൂങ്ങി മരിക്കുകയായിരുന്നു. കിഷനെ സുഹൃത്തുക്കൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കിഷന്റെ മരണവാർത്ത തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ നിന്ന് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷൻ അറിയിച്ചതിനെ തുടർന്ന് മരണവിവരം അന്വേഷിക്കാൻ പോലീസ് മൂര്യാട് വീട്ടിലെത്തിയപ്പോഴാണ് ഇരുവരെയും കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കിഷൻ ഇടയ്ക്ക് അമ്മൂമ്മയുടെ വീട്ടിൽ താമസിക്കാൻ വരാറുണ്ടായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് കൂട്ടുകാരോടൊത്ത് വീട്ടിൽ വന്നതായിരുന്നു. കിഷന്റെ അച്ഛൻ സുനിൽ, PK ടൂർസ് ആൻഡ് ട്രാവൽസ്, അമ്മ നിമിഷ, സഹോദരൻ അക്ഷയ് ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥി. മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതി അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ യുവതീ-യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷാർത്ഥികൾക്കായി തയ്യാറാക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പോർട്ടൽ മുഖേന ഓൺലൈനായി മാത്രമാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. കേരളത്തിലെ സ്ഥിരതാമസക്കാരായ 18 വയസ്സ് പൂർത്തിയായവരും 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം അപേക്ഷകർ. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. മത്സര കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ മത്സര നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറാക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു പദ്ധതിയാണിത്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.